ഇതേതാ യുദ്ധഭൂമിയിൽ വേറൊരു പടം ആക്രി വർക്കാൻ ചെന്നപ്പോ വേറൊരുത്തനോടെ കിടന്ന് കറങ്ങണട്ടാ. സംഭവം വേറെ നല്ല ആക്രി കണ്ടപ്പോ വണ്ടി ചവിട്ടി നിർത്തിയാണ് കേട്ടോ. അപ്പൊ എനിക്കിത് പൊക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ വന്ന ജാബിനെ കൊണ്ട് ഞാനത് പൊക്കി. ആരിവൻ കല്ലും തൂക്കി, കല്ലല്ല ടേബിളും പൊക്കി പോയിടുന്നു. ജാബി അങ്ങനെ അത് കൊണ്ടുപോയി കാറിൽ വെക്കാൻ പോയപ്പോ ഞാൻ വേറെ ആക്രി തപ്പി ഇറങ്ങി. ഗൈസ് അവിടെ കുറേ സാധനങ്ങൾ കിടപ്പുണ്ടായി. കിട്ടിയ സാധനങ്ങളൊക്കെ അൽക്കൊലത്തൊക്കെ കയ്യിലെടുത്തുണ്ട് ഞാൻ നേരെ വണ്ടിയിലിട്ട് വന്നിട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഏതോ അറബി കളഞ്ഞതാണോന്നൊന്നും അറിയത്തില്ല. നല്ലൊരു ടേബിൾ ഇട്ടുണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ കൊണ്ട് നല്ല പിടി കളയിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ എന്തൊക്കെയോ സുനകൾ മിസ്സായിട്ടുണ്ട്. എന്ത് സുന മിസ്സായാലും നമ്മളിത് സെറ്റാക്കി എടുക്കും. അങ്ങനെ കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാനത് പണിപ്പുരയിലേക്ക് മുകളിലേക്ക് എടുത്തിട്ട് പോയി. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടെങ്കിലും ഞാനത് പണിപ്പെട്ട് അകത്തേക്ക് കയറ്റി എന്റെ സ്വന്തം മുറിയിലേക്ക് നല്ലൊരു സാധനമുള്ള കിട്ടിയേക്കുന്നേ. സോ ഗൈസ് ഞാൻ അളകും പിടിയും ഇളക്കി ഊരി പറിച്ചെടുത്ത് സ്ക്രൂ കുണ്ടമണ്ടികൾ ചുറ്റിക ഇതൊക്കെ വെച്ചിട്ട് ഞാനത് അഴിച്ചും പിടിയൊക്കെ നടത്തിയിട്ട് ഈ ഒരു സാധനം അതിനകത്തേക്ക് തിരിച്ചു കയറ്റാൻ നോക്കി. എനിക്ക് ദൂരാനല്ലേ അറിയുള്ളൂ, തിരിച്ചു വെക്കാൻ അറിയില്ലല്ലോ. ഞാൻ പോളിടെക്നിക് ഒന്നും പഠിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാനത് കയറ്റാൻ നോക്കി ഗൈസ്. പക്ഷേ എങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയോ സുന മിസ്സായതുകൊണ്ട് അതങ്ങനെ ഇരിക്കല്ലോ കേട്ടോ. പിന്നെ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഇളക്കി പറിച്ചെടുത്ത് അറബി ഇത് കളയാനുള്ള മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് ഇതിന്റെ മുകളിലുള്ള സാധനത്തിന് അടപ്പുണ്ടായി. പിന്നെ ഇതിന്റെ ബാക്കിൽ അറച്ച് പെൻസിൽ വെച്ച് കുത്തി വരച്ചിട്ടുണ്ട്. അറബി കുഞ്ഞ് ഇതിന്റെ മേളിൽ കയറി കുത്തി മറിഞ്ഞപ്പോൾ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനാണ് ചാൻസ്. അതുകൊണ്ടായിരിക്കും അയാളുകൊണ്ട് കളഞ്ഞോ. പിന്നെ ഈ മോളിൽ കാണുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഞാൻ ഇതുപോലത്തെ ഒരു ഡെക്കറേഷൻ പണി നടത്തിയിട്ട് ഫോം ഷീറ്റിലാണ് ഇതുപോലെ സെറ്റ് ചെയ്ത്. പിന്നെ ഇതിന്റെ അടിയിലുള്ള വലിപ്പല്ലേ തുറക്കാൻ പറ്റുള്ളൂ. ആ വലിപ്പിൽ ഞാൻ നമ്മുടെ സ്പ്രേ കുപ്പിന്റെ അടപ്പെടുത്തിട്ട് ഒരു ഇതുപോലത്തെ ഒരു സാധനം പിടിപ്പിച്ചു കൊടുത്തിട്ട് ഒരു പിടി മോനെ സെറ്റ് അങ്ങനെ റൊട്ടിക്കിടന്ന് കിട്ടിയ സാധനം എന്റെ റൂമിൽ ഭദ്രമായിരിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നതിൽ 70% വരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ കാണേ. അപ്പൊ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നാളെ ഇതിന് നല്ല വില ആക്രി കിട്ടും നോക്കിയിട്ട് ഗൈസ്. അപ്പത്തോളം ടാറ്റാ.